നമസ്കാരം. ശ്രീഋഷി ഗ്ലോബലിന്റെ നോളജ് ഗാലക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടു. അതായത് മാറ്റർ അഥവാ ദ്രവ്യം, അതിന്റെ 3 ഡിഫറെന്റ് ഫോംസ്, ബേസിക് ആയിട്ടുള്ള 3 ഡിഫറെന്റ് ഫോംസിനെ കുറിച്ച് പഠിച്ചു. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതുപോലെ പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചത് ആറ്റം അല്ലെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആറ്റത്തിനകത്തുള്ള സബറ്റോമിക് പാർട്ടിക്കിളിനെ കുറിച്ചും അവയെ ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നമ്മൾ ആറ്റത്തിന്റെ ചാർജ്, ന്യൂക്ലിയസിന്റെ ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അതെല്ലാം സിമ്പിൾ വേയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയേക്കുന്നത്. കെമിസ്ട്രി പഠിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് മുതൽ നമുക്ക് PSC ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ക്ലാസ്സസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നീട് നോക്കാൻ പോകുന്നത് കുറച്ച് എലമെന്റ്സും പിന്നെ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതിനെ ഒന്ന് സ്ട്രക്ചറൈസ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, സ്കിപ്പ് അടിച്ച് പോകരുത്. കാരണം എല്ലാ പോയിന്റ്സും നമ്മൾ കുറച്ച് പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. കാണുന്നവരെ മാക്സിമം ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഡൗട്ട്സ് ഉള്ളത് കമന്റ് ബോക്സിൽ കൊടുക്കുക, നമുക്കതെല്ലാം ക്ലിയർ ചെയ്യാം. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ചധികം എലമെന്റ്സും പിന്നെ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് +2 വരെയുള്ള സ്റ്റുഡൻസ് 30 വരെയുള്ള പീരിയോഡിക് ടേബിളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു 118 എലമെന്റ്സ് ആണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 18 ഗ്രൂപ്പ് ഉണ്ട്. മൊത്തത്തിൽ 118 എലമെന്റ്സ് ഉണ്ട്. അതിൽ 18 ഗ്രൂപ്പ് ഉണ്ട്, 7 പീരീഡ് ഉണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്? ഇതൊരു ഡെമോ പോലെ വരച്ചെടുക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പീരിയോഡിക് ടേബിളൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് 18 ഗ്രൂപ്പ് എന്നാ പറഞ്ഞേക്കുന്നത്. 1, 2, പറഞ്ഞ പോലെ വെർട്ടിക്കലായിട്ട് വരുന്ന ഈ ആൾക്കാരെയാണ് നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അതുപോലെ എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ് ഉണ്ട്. പീരീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആദ്യം പീരിയോഡിക് ലോ പറഞ്ഞത് നമ്മുടെ മെൻഡലിയഫ് ആയിരുന്നു. അപ്പോൾ മെൻഡലിയഫിന്റെ ആ ഒരു ആദര സൂചകത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മെൻഡലീനിയം എന്നൊരു എലമെന്റ് 101ാമത് നമ്മൾ കൊടുത്തിരുന്നു. 101ാമത് എലമെന്റ് കണ്ടുപിടിച്ചിട്ട് അതിന് പേര് കൊടുത്തേക്കുന്നത് മെൻഡലീനിയം എന്നാണ്. കാരണം വലിയ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് തന്നെ മെൻഡലിയഫ് പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന് കുറച്ച് തെറ്റുകൾ ഉണ്ടായിരുന്നു. ആ തെറ്റുകളെ തിരുത്തിക്കൊണ്ടാണ് നമ്മുടെ ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് മോഡേൺ പീരിയോഡിക് ലോ എന്ത് ചെയ്തത്? സ്റ്റേറ്റ് ചെയ്തത്. നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത് എന്താണ്? എല്ലാ എലമെന്റ്സിനെ എല്ലാം ഒരേ ക്യാരക്ടർ വരുന്ന എലമെന്റ്സിനെ എല്ലാം എന്ത് ചെയ്തേക്കുന്നു? ഒരേ ഗ്രൂപ്പിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ മോസ്ലി പറയുന്നത് വെച്ചാൽ all physical and chemical properties of the elements is due to its atomic number and not due to its atomic mass എന്നാണ് പറയുന്നത്. അതായത് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ എലമെന്റ്സിനെ എന്ത് ചെയ്യേണ്ടത്? അറേഞ്ച് ചെയ്യേണ്ടത് എന്നാണ് മോസ്ലി പറഞ്ഞത്. പക്ഷെ നമ്മുടെ മെൻഡലിയഫ് പറഞ്ഞത് അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് അത് അറേഞ്ച് ചെയ്യേണ്ടതെന്നായിരുന്നു. അത് കുറച്ച് തെറ്റായിരുന്നു. അപ്പോൾ അതിനെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മോഡേൺ പീരിയോഡിക് ലോ ഒക്കെ വന്ന് എത്തിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വലിയ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ മെന്റലി എഫ്
വരെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഗസ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഗസ്സിംഗ് എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിരുന്നു. എക്കാലൂന്നിയം എക്കാസിലിക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗ്യാലിയത്തിനൊക്കെ അദ്ദേഹം പേര് കൊടുത്തതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള വലിയ പ്രഡിക്ഷൻസ് ഒക്കെ നടത്തിയ ആൾക്കാരുടെ ആ ഒരു ബുദ്ധിയും അവരുടെ ആ ഒരു കഴിവ് നമ്മൾ ശരിക്കും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഈ പറഞ്ഞ പോലെ അപ്പോൾ ഇതാണ് പീരിയോഡിക് ടേബിളിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ 18 ഗ്രൂപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് ഗ്രൂപ്പ്? ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ആണ്. ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തേത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. മൂന്നാമത്തെ എന്താ? ബോറോൺ ഫാമിലി. നാലാമത്തെ എന്താണ്? കാർബൺ ഫാമിലി. സോറി, 3 അല്ല, 13ാമത്തേതാണ് ബോറോൺ ഫാമിലി, 14ാമത്തേത് കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലജൻസ്, 18 ഇനർട്ട് ഗ്യാസസ്. ഓക്കെ, ഇവിടെ നമുക്ക് 1, 2 കഴിഞ്ഞിട്ട് പിന്നെ 13 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇതിനിടയ്ക്ക് ഇതേ 3 തൊട്ട് 12 വരെയുള്ള 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സംക്രമണ മൂലകങ്ങൾ എന്ന് നമ്മൾ എന്ത് ചെയ്യും? മലയാളത്തിൽ പറയും അവയെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും. ഓക്കെ, ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 18 ഗ്രൂപ്പുകളുണ്ട്, പിന്നെ 7 പീരീഡ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഒരു ചെറിയൊരു രൂപം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇത്രയും ഒരു ബ്ലോക്ക് ആയിട്ട് കൊടുത്തിട്ട് അതിന് താഴെ 2 സെറ്റ് ബ്ലോക്ക് ആയിട്ടാണ് കുറച്ച് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവരാണ് നമ്മൾ ലാന്തനോയിഡ്സ് എന്നും ആക്ടിനോയിഡ്സ് എന്നൊക്കെ പറയുന്നത്. ശരിക്കും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ബ്ലോക്കാണ് എസ് ബ്ലോക്ക്. എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ 2 ഗ്രൂപ്പുകളിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 1ഉം 2ഉം ഗ്രൂപ്പുകാരെ നമ്മൾ എന്തെന്ന് പറയുന്നു? എസ് ബ്ലോക്ക് എന്ന് പറയുന്നു. അതുപോലെ 3 തൊട്ട് 12 വരെയുള്ള നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് ഇല്ലേ, അവരെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇവര് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ഇവര് എസ് ബ്ലോക്ക്, ഇവര് രണ്ടുപേരും എസ് ബ്ലോക്ക്, ഇത് തൊട്ട് ഇതുവരെ ഡി ബ്ലോക്ക്. പിന്നെ 13 തൊട്ട് 18 വരെയുള്ള, ഓക്കെ, 13 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് നമ്മൾ പി ബ്ലോക്ക് എന്ന് പറയുന്നു. പിന്നെ താഴെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് അവരുടെ പേരാണ്. ഈ സെറ്റ് ആൾക്കാരെ ലാന്തനോയിഡ്സ് എന്ന് പറയുന്നു, ഈ സെറ്റ് ആൾക്കാരെ ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരെയും കൂടെ ചേർത്താണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ്, 7 പീരീഡ്, 4 ബ്ലോക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മേ ബി ഇതിനകത്ത് നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ കേട്ടോ. ഇവരുടെ പേരൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇന്നറായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓരോ ബ്ലോക്കിന്റെ പ്രത്യേകതകളൊക്കെ എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് കുഞ്ഞു കുട്ടികളുടെ +2, +1, +2 ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. എസ് ബ്ലോക്കിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പി ബ്ലോക്കിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആക്ടത്തിലോട്ട് പോവാം. ഇതെല്ലാവർക്കും ഓക്കെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കണേ. അപ്പൊ നമ്മൾ ആക്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 30 വരെയുള്ള എലമെന്റ്സിനെ കൂടി ഒന്ന് പരിചയപ്പെടാം. പീരിയോഡിക് ടേബിളിൽ 1 തൊട്ട് 30 വരെയുള്ള എലമെന്റ്സിന്റെ പേരും അവരുടെ സിമ്പലും നമുക്കൊന്ന് കാണാം. അതിൽ ഒന്നാമത്തെ ആളാണ് ഹൈഡ്രജൻ, സിമ്പൽ എന്താ? H. രണ്ടാമത്തെ ആള് ഹീലിയം, മൂന്നാമത്തെ ആളാരാ? ലിഥിയം. ഓക്കെ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ലിഥിയം. നാലാമത്തത് ബെറിലിയം, 5 ബോറോൺ, 6 കാർബൺ, 7ാമത്തത് നൈട്രജൻ, 8ാമത്തത് ഓക്സിജൻ. ഓക്കെ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ.
പത്താമത്തത് നിയോൺ. ഓക്കെ ഓക്കെ 11ാമത്തത് സോഡിയം, 12 മഗ്നീഷ്യം, 13 അലൂമിനിയം, 14 സിലിക്കൺ. സിലിക്കൺ. ഓക്കെ എന്താ സിലിക്കണിന്റെ പ്രത്യേകത? ഈ പേര് എഴുതിയപ്പോഴാണ് ഓർമ്മ വന്നത്. സിലിക്കൺ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ആണ്. ഓക്കെ നമുക്ക് മെറ്റീരിയൽസിനെ കണ്ടക്ടർ, ഇൻസുലേറ്റർ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ എന്ന് നമുക്ക് ഇങ്ങനെ മൂന്നായിട്ട് എന്ത് ചെയ്യാൻ തിരിക്കാൻ പറ്റും. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്ന കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് കണ്ടക്ടേഴ്സ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അവരുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ആർക്കൊക്കെ ഇടയ്ക്കായിരിക്കും, കണ്ടക്ടേഴ്സിനും അതുപോലെ ഇൻസുലേറ്റേഴ്സിനും ഇടയ്ക്ക് വരുന്ന ആൾക്കാരെയാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ സെമി കണ്ടക്ടർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് സിലിക്കൺ. അതുപോലെ തന്നെ വേറെ ഒരാൾ വരുന്നത് ജർമേനിയം ആണ്. ഓക്കെ അപ്പൊ 15ാമത്തത് ആരാ? സിലിക്കൺ. 15ാമത്തത് ഫോസ്ഫറസ്, 16 സൾഫർ. 16 ആരാണ്? സൾഫർ ആണ്. അതുപോലെ 17 ആരാണ്? ക്ലോറിൻ. 18 ആരാണ്? ആർഗൺ. 19 ആരാ? പൊട്ടാഷ്യം. 20 ആരാ? കാൽഷ്യം. 20 ആരാണ്? കാൽഷ്യം. ഓക്കെ 21 ആരാണ്? സ്കാൻഡിയം. 22 ടൈറ്റാനിയം. 23 വെനേഡിയം. 24 ക്രോമിയം. 25 മാംഗനീസ്. 26 അയൺ. 27 കൊബോൾട്ട്. 28 നിക്കൽ. 29 കോപ്പർ. 30 സിങ്ക്. ഓക്കെ അപ്പൊ സാധാരണ എനിക്ക് തോന്നുന്നു 1 തൊട്ട് 20 വരെ എല്ലാവരും കുറച്ചൊക്കെ പഠിച്ചു വെക്കും. 21 തൊട്ട് 30 വരെ പഠിക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പൊ ഇവര് ഡി ബ്ലോക്കിൽ വരുന്ന ആൾക്കാരാണ്. ഇവരെല്ലാം ഡി ബ്ലോക്കിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് അവസാനമായിട്ട് ഒരു ഗിഫ്റ്റ് വെച്ചേക്കാണ്. കാരണം ഇത് ഇത്രയും പഠിക്കാനായിട്ട് ഒരു കോഡ് പറഞ്ഞു. ഓക്കെ 21 തൊട്ട് 30 വരെയുള്ള എലമെന്റ്സിനെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനുള്ള ഒരു കോഡ് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം. കുറച്ച് പാടല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാതെ? ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. കോഡ് പറഞ്ഞുതരാം. സെറ്റി വിക്രമൻ. സെറ്റി. ഓക്കെ അതിനകത്ത് ആരൊക്കെയുള്ള സേക്കകത്ത് സ്കാൻഡിയം വരെ സി ടി ടി ഐ സെറ്റി. ഓക്കെ അടുത്തതാരാണ്? സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഓരോ ആൾക്കാരുടെ പേരിലാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ ഇനി അടുത്തത് വിക്രമനാണ്. എങ്ങനെ വിക്രമന്റെ കേസ് പറഞ്ഞേ? ബി എന്ന് പറയുന്നത് നമ്മുടെ വനേഡിയത്തിലോട്ട് പോകും. ഓക്കെ അതുപോലെ സി ആറിനുള്ളതാണ് ആര്? ക്രാൻ. ഓക്കെ മാംഗനീസിനുള്ളതാണ് മൻ. മനസ്സിലായില്ലേ? സെറ്റി വിക്രമൻ. അടുത്ത ശ്രദ്ധിച്ച് ഫീസ് കൊടുക്കാതെ നിൽക്കുന്നു അല്ലെങ്കിൽ ഫീ കൊടുക്കാതെ നിൽക്കുന്നു. ഫീ ഏതാണ്? എഫ് നമ്മുടെ അയൺ. കൊടുക്കാതെ CO കൊബോൾട്ട്. നിൽക്കുന്നതിന് പകരം നിൽ അതേതാണ്? Na. കു അതേതാണ്? Cu. പിന്നെ ഏറ്റവും അവസാനം വരുന്നത് ആരായിരിക്കും? സിങ്ക്. അപ്പൊ നമുക്ക് ഓർഡർ ഒക്കെ മറന്നു പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സെന്റൻസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഏതൊക്കെ ആൾക്കാർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനമാണെന്ന് ജസ്റ്റ് അറിയാമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഞാനിപ്പോ ഇവിടെ ഇപ്പൊ ഈ ബോർഡിൽ എഴുതിയത് ഈ കാര്യം ഈ ഒരു കോഡ് മൈൻഡിൽ റിപ്പീറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് തെറ്റാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതി വരാൻ പറ്റും. ഒന്നുമില്ല, നമ്മുടെ സെറ്റി വിക്രമൻ ഫീസ് കൊടുക്കാതെ നിൽക്കുന്നു. അതാണ് നമ്മുടെ അവസാനത്തെ 21 തൊട്ട് 30 വരെയുള്ള എലമെന്റിന്റെ പേര് പഠിക്കാനുള്ള എളുപ്പ വഴി. ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം കൂടി എല്ലാവരും ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ ഇതൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്ത് പഠിച്ചു പോകാൻ പറ്റും. ഇതിന് ഈ കാര്യങ്ങളെ ഈ 1 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് +2 വരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നീറ്റ് എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ PSC ആണെങ്കിൽ SSC എക്സാംസിനാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ചോദിച്ച് കണ്ടുവരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. പക്ഷേ ഫുള്ളായിട്ട് കേട്ടാലും നമുക്ക് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സഹായിക്കുന്ന ഒരു വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക, ഷെയർ ചെയ്യുക, ഡൗട്ടൊക്കെ ഉള്ളത് കമന്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ അടുത്ത ഏത് ടോപ്പിക് എടുക്കണം അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.